സൗദി അറേബ്യയിലെ ദമാമില് ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് ദമാമിൽ പോയപ്പോൾ വളരെ മനോഹരമായൊരു പള്ളി കണ്ട് അതിനകത്തേക്കൊന്ന് കയറി നോക്കിയതാണ്. അമ്രു ബിൻ അൽ ജമൂഹ് എന്ന് പറയുന്ന ഒരു പള്ളി. ശരിക്കും പറഞ്ഞാൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു മനോഹരമായൊരു പള്ളി. അതിനകത്ത് അവർ ചെറിയ വെള്ളച്ചാട്ടം പോലും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. എത്ര മനോഹരമായിട്ടാണ് ആ പള്ളി അവർ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇതിന്റെ വീഡിയോ ഒന്ന് എടുത്തിടണം എന്നെനിക്ക് തോന്നി. നീല കാർപ്പറ്റുകളും നീല ലൈറ്റുകളും അതുപോലെ തന്നെ മനോഹരമായ പുഷ്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മനോഹാരിതയേറിയ ഒരു നമസ്കാര പള്ളി. പള്ളി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ കണ്ട് വളർന്ന സംസ്കാരത്തിനപ്പുറം പലതരത്തിലുള്ള മനോഹാരിതയും ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വന്ന് കളിക്കാനുള്ള സ്ഥലം പോലും ഇതിനകത്തുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ കിളികളെ വളർത്തുന്ന സ്ഥലം, അതുപോലെ മത്സ്യങ്ങളെ വളർത്തുന്ന സ്ഥലം, ഒരുപാട് കിളികളും അതിൻ്റെ ഒരു കളകളാരവും ഒക്കെ നമുക്കിവിടെ കേൾക്കാനായിട്ട് സാധിക്കും. ഒപ്പം വന്നു നിൽക്കുമ്പോൾ ഭക്തിക്ക് അതീതമായി മറ്റേതോ ലോകത്തേക്ക് എത്തുന്ന ഒരു മനോഹാരിത ഇതിന്റെ നിർമ്മാണത്തിൽ നമുക്ക് തോന്നും. എത്ര നടന്നു കണ്ടാലും മതിയാകാത്ത മനോഹാരിതയും നിറഞ്ഞ വൃത്തിയും മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന സുഗന്ധവും, അതാണ് ഈ പള്ളിയുടെ പ്രത്യേകത. ഒരുപാട് നേരം ഞാൻ അവിടെ ചെലവഴിച്ചു. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പള്ളി കാണാൻ വേണ്ടി മാത്രം ദമാമിലേക്ക് വരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. നോക്കി നടന്ന് കണ്ടപ്പോൾ എനിക്കും തോന്നി പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല. നമ്മൾ ഒന്നു എടുക്കുന്ന, അതായത് അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമൊക്കെ കാണുമ്പോൾ ഏതാണ്ട് താജ്മഹലിനകത്ത് വിരിച്ചിരിക്കുന്ന മാർബിൾ തോന്നിപ്പിക്കും വിധം മനോഹരമാണ്. പുറത്തെ കാഴ്ചകൾ അതിലും മനോഹരം, അകത്ത് കണ്ടതിനേക്കാളും മനോഹരമാണ് പുറം കാഴ്ചകൾ. സഹോദരൻ ഐമനാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളും കണ്ട് ഞാനിതിൻ്റെ പുറത്തുകൂടെ ഒരുപാട് നടന്നു. തീരാത്ത കാഴ്ചകളാണ് ഇതിനകത്ത് അവരൊരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കുറേ നടന്നു കഴിയുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ മനോഹരമാണെന്ന് തോന്നുന്ന ഒരു സാങ്കേതിക വിദ്യ നമുക്കത് അനുഭവപ്പെടും. മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് കുടുംബങ്ങളായി വന്ന് ഈ കാഴ്ചകൾ മൊബൈൽ പകർത്തി കൊണ്ടുപോകുന്നതും ഞാൻ അവിടെ നിന്ന് കണ്ടു. എല്ലാ ഭാഗവും വളരെ മനോഹരവും വൃത്തിയുള്ളതുമായിട്ട് അവർ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇവിടെയുള്ള ടോയ്ലറ്റുകളാണ്. ടോയ്ലറ്റുകൾ ഞാൻ ലോകത്ത് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായി വെച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. ഈ ടോയ്ലറ്റുകളുടെ പ്രത്യേകത, ശരിക്കും പറഞ്ഞാൽ ടോയ്ലറ്റിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ ഒരു സുഗന്ധം, ശരിക്കും ഊത് പുകച്ചതുപോലെ തോന്നുന്ന ഒരു സുഗന്ധം. യൂറോപ്പിനും നാടനും ഒക്കെയായി ഒരുപാട് ടോയ്ലറ്റുകൾ അവിടെ ഉണ്ട്. പക്ഷേ അതിനകത്ത് എപ്പോഴും വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന ക്ലീനേഴ്സിനെയും അതുപോലെ തന്നെ ഇത്ര മനോഹരവും ഇത്ര ശുചിത്വവുമുള്ള ഒരു ടോയ്ലറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്ര മനോഹരമാണ് സൗദി അറേബ്യയിലെ ദമാമിലെ ഈ ഒരു പള്ളി. നിർബന്ധമായും ദമാമിൽ പോകുന്നവർ ഒരു പ്രാവശ്യം ഈ പള്ളി ഒന്ന് കണ്ടുപോകാൻ ഞാൻ പറയും. കാരണം ഇത് ഭക്തി മാത്രമല്ല, ഒരു പള്ളി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ നേർക്കാഴ്ചയും കൂടിയാണ്. അതിമനോഹരമാണ്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ബൈ ബൈ.